ഞാൻ കണ്ണ് തുറന്നിട്ട് കാണുന്നത് നമ്മുടെ ബസ് ഒരു കാട്ടിലൂടെ പോകുന്നതാണ്. ഫോണിലാണെങ്കിൽ ഒട്ടും റേഞ്ചും ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ പൂനെയിൽ നിന്നും ഗോവയിലോട്ട് ബസ് ബുക്ക് ചെയ്ത് പോകുന്നത്. ഞാനെപ്പോഴും ട്രെയിനിലാണ് പോവുക. പക്ഷെ ഇന്നലെ നമ്മൾ രാത്രി 11:30 വരേണ്ട ബസ് വന്നത് പുലർച്ചെ 2 മണിക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. കേട്ടില്ല, ഇപ്പോഴും മഴ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇന്നത്തെ ടൂർ നമ്മുടെ എന്താവുമെന്നോ അറിയത്തില്ല. ഇനി അവിടെ എന്താണ് അവസ്ഥ എന്നൊന്നും അറിയത്തില്ലല്ലോ ഗോവയിൽ. പിന്നെ ഈ ഒരു ട്രിപ്പ് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ എനിക്ക് അവസാന നേരത്ത് ഞാൻ പോകുന്നില്ല എന്നൊക്കെയാണ് തീരുമാനിച്ചത്. പിന്നെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ യാത്രയിലും എൻ്റെ സപ്പോർട്ടറായിട്ട് ഒരാളുണ്ടാകുന്നത്. ആ ഒരാളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു യാത്ര പോകുന്നത് ഇപ്പോൾ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഗോവയിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. കാരണം ഞാനിതിന് മുന്നൊരു 2 മാസം എനിക്ക് ഗോവയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ സ്വഭാവം അത്ര നല്ലതായതുകൊണ്ടും എന്താ പറയുക, എന്നെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല ഗോവയിലോട്ട്. പിന്നെ നമ്മുടെ പിള്ളേരുള്ളത് കൊണ്ട്, അൻറ്റും ശരവണ്ണും ഉള്ളത് ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു യാത്രയിൽ പോകാൻ എന്നെ സമ്മതിച്ചത്, എന്നെ പോകാൻ വിട്ടതും. അങ്ങനെ നമ്മുടെ ബസ് മാപ്പൂസി എത്തിയിട്ടുണ്ട്. നമുക്ക് ബസ്സിൽ നിന്നും ഇറങ്ങാം. ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി അങ്ങനെ നമ്മൾ നമ്മുടെ മാപ്പൂസി എത്തിയിരിക്കുന്നു. ഓക്കെ, മാപ്പൂസ എല്ലാവരും വരുന്ന സമയത്ത് കൂടുതലും മഡ്ഗോണിലാണ് വന്നിറങ്ങുക. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എപ്പോഴും മാപ്പൂസിയിൽ വന്നിറങ്ങുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് മാപ്പൂസിയിൽ നിന്ന് നമ്മുടെ നോർത്ത് ഗോവയിലോട്ടും സൗത്ത് ഗോവയിലോട്ടും പോകാൻ പറ്റിയത് ഇവിടെ തന്നെയാണ്. രണ്ടിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പരമാവധി എല്ലാവരും വരുമ്പോൾ ടിവിൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങാൻ നോക്കുക. മഡ്ഗോണിൽ വന്ന് വെച്ചാൽ മഡ്ഗോണിൽ നിന്ന് മാപ്പൂസിയിലോട്ടൊരു 63-64 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അറിയാമല്ലോ, അപ്പം അവിടെ നമ്മൾ വണ്ടി റെൻറ്റിനൊക്കെ എടുത്തിട്ട് വരുന്നതിനേക്കാളും ബെറ്റർ, ഇത്രയും ദൂരം നമ്മൾ എണ്ണ അടിച്ച് വരണ്ടേ. അപ്പം അതിനേക്കാളും ബെറ്റർ എപ്പോഴും ഓപ്ഷൻ എല്ലാവരും മാപ്പൂസിൽ ഒന്ന് ഇറങ്ങാൻ നോക്കുക. മാപ്പൂസിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൗത്തിലോട്ടും നോർത്തിലോട്ടും പോകാൻ ഭയങ്കര ഈസി ആയിരിക്കും. അവിടെയാണ് നമ്മുടെ ബസ്സൊക്കെ വരുന്ന ബസ് സ്റ്റാൻഡ് വരുന്നത്, പുതിയ ബസ് സ്റ്റാൻഡ്. പിന്നെ ഇവിടുത്തെ പഴയ ബസ് സ്റ്റാൻഡ് ഇവിടെ നമ്മുടെ പിള്ളേരെല്ലാം ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാനിവിടെ മാപ്പൂസി എത്തുന്ന ഒരു 2 കിലോമീറ്റർ മുന്നാണ് അൻറ്റുവിനെ വിളിച്ച് പറഞ്ഞത് ഞാനും കൂടി ഇവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം. കാരണം ഞാൻ ഇന്നലെ വരെ അവരോട് ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് വരുന്നത് സർപ്രൈസും കൂടിയായിരുന്നു. ഞാൻ ഇവിടെ എത്തണ മുന്നായിട്ട് തന്നെ നമുക്കുള്ള റൂംസ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വാഗിറ്റർ ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ റൂംസ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ ഷെഫ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ചപ്പുറ ജംഗ്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ റൂംസ് എല്ലാം ബുക്ക് ചെയ്തത്. നമ്മൾ റൂമിലൊക്കെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ ഒരു 6:30 ആകുമ്പോഴാണ് നമ്മൾ നമ്മുടെ റെൻറ്റിനുള്ള ബൈക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ എടുത്തിട്ട് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും റെൻറ്റിന് എടുക്കുന്ന മുന്നേ നമ്മുടെ ഈ വണ്ടിയുടെ ഫുള്ളായിട്ടൊരു വീഡിയോ എടുത്ത് വയ്ക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ സ്ക്രാച്ച് ഉണ്ടോ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സേഫ്റ്റിക്ക് വേണ്ടി വീഡിയോ എടുക്കുകയാണ്. ഇവിടെ സീറ്റ് ഹാൻഡ് ലോക്ക്. ഓക്കെ, ഇല്ലില്ല തീർത്തെടുത്തു. ഓക്കെ, ഇവിടെ 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 എടുത്തു. ഇല്ലെന്നേ, ഇടയിൽ ATM പോകണമെന്ന്, അല്ലാണ്ട് പൈസ ഇല്ല. ഇത് കിട്ടി കിട്ടി. ഇത് സ്പാച്ചുണ്ട്. ഭയങ്കര സ്പാച്ച് കേട്ടോ. ഇവിടെ ചെറിയ ബെൻഡൊക്കെ ഉണ്ട് ഇതിന്. ഓക്കെ, എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അടുത്തായിട്ട് പോകുന്നത് നമ്മൾ ചപ്പുറ ജംഗ്ഷനിലോട്ടാണ്. ചപ്പുറ ജംഗ്ഷനിലോട്ട് നമുക്ക് ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ.
അപ്പോൾ ആരും ചപ്പുറ ജംഗ്ഷനെ കുറിച്ചുള്ള വീഡിയോ അല്ലെങ്കിൽ ആരും അവിടുത്തെ ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ഒരു സ്പോട്ടും കൂടിയാണ് ഈ ചപ്പുറ ജംഗ്ഷൻ. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ ബാഗ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം അഞ്ചുണ ബീച്ചിലോട്ട് പോയിരുന്നു. അവിടെ പിന്നെ ഒരു മനുഷ്യൻ്റെ കൊച്ചില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് നേരെ ബാഗ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചുണ ബീച്ചിൽ നിന്നും വെറും 7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, ബാക്കിയുള്ളത് അവിടെ പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ അനുഭവങ്ങൾ. ബാഗ ബീച്ചിൽ എന്തും കിട്ടും എന്നാണ് പറഞ്ഞു കേട്ടത്, നമുക്ക് കണ്ടറിയാം. ഓക്കെ, ആ ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ 4 പേരും അങ്ങോട്ട് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം. നമ്മളിപ്പോൾ ബാഗ ബീച്ചിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 200 മീറ്റർ നമ്മളൊന്ന് ഇടത് ഭാഗത്തോട്ട് മാറിപ്പോയിട്ടായിരുന്നു. അവിടെ ഒരു സാൾട്ട് കൊണ്ടൊരു ബാറുണ്ടായിരുന്നു, ഒരു മ്യൂസിക് ബാൻഡൊക്കെ ആയിട്ട്. ലൈവ് മ്യൂസിക് ആയിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ഇതിൽ അങ്ങോട്ട് പോയതാണ്. പിന്നെ തിരിച്ച് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോപ്പർട്ടി കാണുന്നുണ്ട്, ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. വീട്ടിലും പ്രോപ്പർട്ടി തോന്നണം. നോക്കാം. അങ്ങനെ അവസാനം നമ്മൾ ബാഗ ബീച്ചിലെത്തിയിരിക്കുന്നു. അവർ പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരട്ടെ, നമുക്ക് അപ്പോഴേക്ക് ഇതിലോട്ട് കയറാം. അതിനുശേഷം വന്നതിന് ശേഷം മനുഷ്യർക്കും ഇവിടെ ഇല്ലേ, ബീച്ചിലോട്ട് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം തോന്നണം ആരെയും കാണാതിരിക്കുന്നത്. ഇല്ല എല്ലാവരും ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴായിരുന്നു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുക്കണമായിട്ട്. ഇതരെ നമ്മളൊരു ഏകദേശം പുലർച്ചെ 2 മണി വരെ നമ്മൾ വാഗ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ജോണി സാറിനെ ഉറക്കം വരുന്നു പറഞ്ഞു. അപ്പോൾ മൂപ്പനെ കൊണ്ടുപോയി റൂമിലാക്കിയ ശേഷം പിന്നെ ഞങ്ങൾ 3 ആളും കൂട്ടാണ് പിന്നെ കറങ്ങാൻ ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരോ സ്പോട്ടൊക്കെ പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ലൊക്കേഷനൊക്കെ. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
കടലിൽ West on Tito's Lane to yesterday. Head west on Tito's Lane to yesterday. അങ്ങോട്ട് പോവാ നോക്കട്ടെ ഒരു മിനിറ്റ് ആക്കി ഫാനുണ്ട് ഇട് പോ. വാ നമുക്കൊന്ന് അടിച്ച് കേറാം. ടീം കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കേറാൻ. അടിച്ച് കേറി വാ. എല്ലാരും അടിച്ച് കേറി വാ. അടിച്ച് കേറി വാടോ. തിരുമനസ് തോന്നിരപരാധിയാണ്. പാപ്പാക്കണം.